അപ്പോട്ടൻ എപ്പോഴും ആരോടെ ഫോൺ ചെയ്യുന്നത്? എന്നോട് എന്തോ മറയ്ക്കുന്നത് പോലെ. ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ 30-ാം തീയതി അല്ലേ, അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഓരോരുത്തരെ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കൂട്ടുകാരാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? ആരായി ഉണ്ണിദേവി? 10 ദിവസത്തിനുള്ളിൽ 32 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടല്ലോ. അതെ, എന്നെ കുറിച്ച് പഠിച്ച കുട്ടിയാ. 32 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടി കാണാൻ പോവുക, അതാ വിളിച്ചത്. അതെ, ഈ 30 വയസ്സുള്ള ഉണ്ണിദേവി എങ്ങനെ നിങ്ങളുടെ കൂടെ പഠിക്കുന്നേ? എന്തിനാ നീ എന്നെ വിളിച്ചു വരുത്തിയത്? എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ വിഷമിക്കുന്നത്? ഇവനെ ഉണ്ണിമായെ ഉണ്ണിക്കുട്ടിയെ ഏത് അഴിഞ്ഞാട്ടക്കാരിയുടെ കൂടെ വേണമെങ്കിലും പോയിക്കോട്ടെ, നിനക്ക് ഞാനുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചോദിക്കുക, അമ്മ ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ വന്നതാണോ കുടുംബം കലക്കാൻ വന്നതാണോ? ഇനി എന്നാ കലങ്ങാനാണടാ? 3 മാസമായില്ലേ നിന്റെ ഫോൺ വിളിയും ചുറ്റിക്കളിയും തുടങ്ങിയിട്ട്. ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. നീ തോന്നുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, തോന്നുമ്പോൾ കയറി വരും. നീ മര്യാദയ്ക്ക് ഓഫീസിൽ പോകാറുണ്ടോടാ? ഇടാ, ആരാടാ ഈ ഉണ്ണിദേവി? അമ്മ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് ഉണ്ണിദേവിയായിട്ട് എന്താണ് ബന്ധം? ആരാണ് അവള്? കണ്ടേ അവന്റെ നാവിറങ്ങിപ്പോയി. കണ്ണടച്ച് പാല് കുടിക്കുമ്പോഴേ പൂച്ചയുടെ വിചാരം പൂച്ച ആരും കാണുകയെന്നാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മനസാക്ഷിയെ ഞാൻ ഒരിക്കലും വഞ്ചിക്കാറുമില്ല. ഉണ്ണിദേവി ആരാണെന്നും എന്താണെന്നും ഞാൻ എന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അമ്മ ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട. എന്റെ മോൾക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ അതിൽ ഇടപെടും. അതിന് നിന്റെ പെർമിഷൻ ഒന്നും എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം, നിങ്ങളുടെ പോക്ക് ശരിയല്ലെങ്കിൽ ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അമ്മയോടും മകളോടും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിസ്സാര പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് ഒരു കുടുംബം തകർക്കാൻ നോക്കരുത്. എനിക്ക് വലുത് എന്റെ കുടുംബമാണ്. അമ്മയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എല്ലാവർക്കും അവരവരുടെ കുടുംബമാണ് വലുത്. നീ ഇവിടെ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ നിർത്തിയില്ലെങ്കിൽ ഇവിടം കൊണ്ട് തീരുകയല്ല പ്രശ്നം. അമ്മ പറഞ്ഞത് ശരിയാണ്. എല്ലാവർക്കും വലുത് അവരവരുടെ കുടുംബമാണ്. അമ്മയുടെ ഭർത്താവുണ്ടല്ലോ, ഇവരുടെ അച്ഛൻ, അയാളുടെ ആയ കാലത്ത് കാട്ടിക്കൂടിയ വൃത്തികേടുകൾ മുഴുവൻ അമ്മയ്ക്കറിയാമല്ലോ. അതാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ? എന്താ വന്നേ? ഞാൻ ഉണ്ണിദേവി, തൃശ്ശൂര് മേപ്പാട്ട് ഇല്ലത്തുനിന്ന് വരിക. അപ്പോട്ടന്റെ വീടല്ലേ ഇത്? അതെ. അപ്പൂ, ദേ ഉണ്ണിദേവി വിളിക്കുന്നു. എന്താ ഉണ്ണിദേവി നീ മിണ്ടാതെ വന്നത്? അപ്പോട്ടൻ ഉണ്ണി, നീ എന്തേ പറയാതെ വന്നത്? നിനക്കെന്നെ വിളിക്കാൻ മേലായിരുന്നു. എന്റെ ഫോൺ നഷ്ടായി. ഇവിടെ എത്താൻ ഒത്തിരി കഷ്ടായി. അമ്മയ്ക്കും മകൾക്കും മനസ്സിലായോ ഈ കുട്ടി ഏതാണെന്ന്? പാറവിന്റെ അച്ഛന് ഒരു അന്തർജനത്തിലുണ്ടായ കുട്ടിയാ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് എല്ലാം തുറന്നു പറഞ്ഞിരുന്നു.
മോളിങ്ങി വന്നേ, അമ്മ ചോദിക്കട്ടെ. മോളുടെ അമ്മ എന്തിയേ? മരിച്ചു, 1 വർഷമായി. അയാളുടെ ശാന്തിച്ചു ഒന്ന് കൂട്ടുകിടക്കും. ആ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. മോള് വല്ലതും കഴിച്ചോ? ചേച്ചി ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ വൈക്കത്തമ്പലത്തിലെ വഴിപാട് കഴിക്കാൻ വന്നതാ. ഭഗവാനെ മനസ്സ് നിറയെ തൊഴുതു, പ്രാതലും കഴിച്ചു, സന്തോഷായി. അപ്പോട്ടും പറഞ്ഞു ചേച്ചി എന്നെ പോലെ ഇരിക്കുന്നെന്ന്. ഉണ്ണി, അമ്മയും ചേച്ചീനെയും കണ്ടോ കുട്ടി? ഇഷ്ടായോ? നമുക്ക് വീട്ടിൽ പോകണ്ടേ? എല്ലാരെയും കണ്ടു, സന്തോഷായി. ഞാൻ പോവാ. അമ്മയില്ലാത്ത കുട്ടിയല്ലേ, എന്റെ പൊന്നു മോളെ എങ്ങോട്ടും പോകരുത്. എന്നോട് ക്ഷമിക്ക്. ഉണ്ണി ദേവിയെ പറഞ്ഞു വിടരുത്. അവൾ എന്റെ അനുജത്തിയല്ലേ. അമ്മേ, ചേച്ചി, ഞാൻ പോവാ. എന്റെ പൊന്നു മോളെ ഞാൻ എങ്ങും വിടില്ല. അപ്പു, ഇനിയുള്ള കാലം ഇവൾ എന്റെ മോളായി എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ എങ്ങും വിടില്ല.